ബന്ധു അല്ല, അവരുടെ കൂട്ടുകാരിയാണ്. ഞാൻ കണ്ടിട്ടില്ല അവരെ, ഞാൻ കുട്ടീനെ കണ്ടിട്ടില്ല. ഞാൻ എന്റെ കുട്ടീനെയാണ് ചവിട്ടി ഇട്ടെന്നത് ഞാൻ കാണുന്നത് ഇൻസ്റ്റാഗ്രാം വീഡിയോ നൈറ്റ് ഇന്നലെ 11 മണിക്ക് 11:30 ഞാൻ ഫോൺ എടുത്ത് വെച്ച് വെറുതെ നോക്കുമ്പോൾ വേറൊന്നുമില്ല, ജസ്റ്റ് വീഡിയോ ഇങ്ങനെ ട്രെയിനിൽ വർക്കല വെച്ച് ട്രെയിനിൽ കൂടെ പോകുന്നു, ചവിട്ടി ഇട്ടു എന്ന് പറഞ്ഞ ന്യൂസ്, ചെറിയൊരു ന്യൂസ് കാണുമ്പോൾ ഞാൻ അതിനെ സ്കിപ്പ് ചെയ്യാണ്. അപ്പോഴാണ് എൻ്റെ മോൻ വിളിച്ചു പറയുന്നത്, അമ്മ സോനയാണ് ട്രെയിനിൽ പോയപ്പോൾ വർക്കലിന് ചവിട്ടി ഇട്ടു, അത് എൻ്റെ മോനെയാണ് കാണുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അന്ന് ഞാൻ അറിയുന്നില്ല, ഞാൻ എന്നിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ആ കൂടെ ഉണ്ടായിരുന്ന കുട്ടീനെ ഞാൻ കണ്ടു, ഈ നിമിഷം ഞാൻ അതിനെ കണ്ടിട്ടില്ല. അമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയാണ് എന്റെ വീട്ടിലുള്ളത്, ഞാനില്ല അവിടെ. അമ്മേന്റെ അടുത്താണ് പറഞ്ഞിട്ട് അവള് വന്നത്. അവള് പോയിട്ട് വരാൻ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയിട്ട് വരാന്ന് പറഞ്ഞു തന്നെ പോയത്. പക്ഷെ ഇന്നലെ അവിടെ 2 ദിവസം മുമ്പ് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് വന്നത്. എന്റെ വീട്ടിൽ നിന്നാണ് വന്നത്. അവള് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് അവള് എന്റെ അടുത്ത് നിന്ന് നേരെ എറണാകുളം പോയിട്ട് എറണാകുളത്ത് നേരെ അവള് അമ്മേന്റെ അടുത്താണ് വന്നത്. അതെ, ഇന്നലെ തിരിച്ച് അവൾ എറണാകുളത്ത് പോയിട്ടാണ് വന്നത്. വരാറുണ്ട്. ആ ട്രെയിനിൽ വരാറുണ്ട്. പിന്നെ അവൾ അല്ല ബസ്സിലോ അങ്ങനെ വരുന്നേ. ഇല്ല, അവളെ ഹസ്ബൻഡിന്റെ വീട് എവിടെയാ. അവള് ഫാഷൻ ഡിസൈനിങ് പഠിച്ച് കഴിഞ്ഞിട്ട് നിൽക്കാൻ ഞാൻ പിന്നെ അതിന് കല്യാണം കഴിച്ചു വിട്ടത്. അത് എറണാകുളത്താണ് വിട്ടത്. എനിക്ക് എങ്ങനെ പറയണമെന്ന് ഏത് രീതിക്ക് പറയണമെന്ന് അറിയില്ല. എനിക്ക് എന്റെ കൊച്ചിന് വെറ്റ ചികിത്സ കിട്ടണം. അമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് ആ ടെൻഷനിൽ അമ്മ മറന്നു എനിക്കറിയില്ല. പക്ഷെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അവള് വന്നേന്നാ പറയുന്നത്. അവരുടെ കാരണം അവള് വന്ന വീട്ടിലുള്ളവരടുത്ത് ചോദിച്ചാൽ അറിയാം. അവിടുത്തെ പറഞ്ഞിട്ടാ വന്നത്. അവളുടെ കൂടെ തന്നെ വേറെ അവളുടെ ചേട്ടത്തെയും കൂടെ വരാനിരുന്നതാ. അവൾക്ക് വരാൻ പറ്റിയില്ല. ഇത് രണ്ടുപേരും കൂടിയാ വന്നത്. ഞാൻ കണ്ടില്ല, ഞാൻ ആളിനെ കണ്ടിട്ടില്ല ഈ നിമിഷം വരെ. ഞാൻ വീഡിയോയിൽ ആ കൊച്ചി ഇന്റർവ്യൂ ഒക്കെ തകർന്നു പറഞ്ഞാൽ അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആകെ കാണുന്നത് എന്റെ കുട്ടീനെ സ്ട്രെച്ചറിൽ എടുത്തോണ്ട് വരുന്ന ഒരു വീഡിയോയാണ്. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ സംഭവം നടന്നതിന് ശേഷം എന്റെ ഫോൺ എന്ന് പറയുന്നത് 9:30 മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഇത് നോർമലി സൈലന്റ് ആവുന്നതാണ്. ഞാൻ അറിയത്തില്ല. അപ്പം ഞാനൊരു കല്യാണത്തിന്റെ ഒരു ഫംഗ്ഷന് നിൽക്കുന്ന സമയമാണ്. ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ജസ്റ്റ് ഫോൺ എടുത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കോള് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് വീഡിയോ നോക്കുന്നുണ്ട്. വീഡിയോ നോക്കി ആ വീഡിയോ കാണുന്ന സമയത്താണ് എൻ്റെ മോൻ എന്നെ വിളിക്കുന്നത്, അമ്മ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന്. അതിനു മുമ്പ് എനിക്ക് കോളുകൾ വന്നിട്ടുണ്ട്, പക്ഷെ എൻ്റെ ഫോൺ സൈലന്റ് ആയിരിക്കും. എനിക്ക് ബെല്ലൊന്നും കേൾക്കില്ല. ഞാൻ വന്ന് നോക്കിയാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇല്ല, പുള്ളിക്ക് സുഖമില്ലാതെ വേറെ ഹോസ്പിറ്റലാണ്, ആയുർവേദ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അതെ. ചികിത്സയാണ് എനിക്കിപ്പോ വേണ്ടത്. കാരണം ഇത് നിങ്ങൾ തന്നെ കയറി കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഞാനൊരു അമ്മയാണ്. ഞാൻ ചെന്ന് കാണുമ്പോ സത്യം ദൈവത്താണ് ഞാൻ പറയാണ്, എന്റെ കുട്ടി ഒരു പാതി കണ്ണടച്ച് തണുത്തൊരു ഐസ് പോലെ അവിടെ കിടപ്പുണ്ട്. വെന്റിലേറ്റർ കൂടെ ശ്വാസം എടുക്കുന്നുണ്ട്, വിടുന്നുണ്ട്. ഞാൻ അത്ര കഷ്ടപ്പെട്ട്, ഒരു മനുഷ്യന്റെ സഹായമില്ല, ഞാൻ അത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാ. എറണാകുളത്ത് കേറിയിട്ടാണ് അവൾ ട്രിവാൻഡ്രത്തേക്ക് വന്നത്. ട്രെയിനിൽ ഒരുപാട് അപകടങ്ങളായിട്ടുണ്ട് കേട്ടോ. ഞാൻ ബാംഗ്ലൂർക്ക് പോണ സമയത്ത് ബാംഗ്ലൂർ ട്രെയിനിൽ എന്തായാലും ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷെ ഞാൻ അതിനകത്തല്ല കയറിയത്. ഞാൻ തൊട്ടടുത്ത് ജനറൽ കമ്പാർട്ട്മെന്റ് ഇരിക്കുമ്പോൾ ലേഡീസ് കമ്പാർട്ട്മെന്റ് ബാത്റൂമിനകത്ത് ഇതുപോലെ ഒരുത്തം കയറി ഇരുന്നിട്ട് അവിടുത്തെ പെണ്ണുങ്ങൾ ബഹളം ഉണ്ടാക്കി അടുത്ത സ്റ്റേഷൻ എത്തുന്നത് വരെ അവർ പേടിച്ചിരുന്നിട്ട് പോലീസുകാരെ കൊണ്ടുവന്നിട്ടാണ് അയാളെ ബാത്റൂമിനകത്തുനിന്ന് എടുത്ത് വെളി കളയുന്നത്. അത്രയ്ക്കേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് ചില ട്രെയിനുകൾ നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് എടുക്കുന്നതുണ്ട്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനുകളുണ്ട്. അതിനകത്ത് കയറിയിരിക്കുന്ന ഒരാളിനെ ഒരു മനുഷ്യനും കണ്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ പിന്നെ ഇപ്പൊ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നമുക്കൊരു സുരക്ഷിതല്ല. ഇപ്പൊ നമുക്ക് എവിടെ കിട്ടുക? ജനറലിലും കിട്ടത്തില്ല. അത് എത്രയോ സംഭവം നിങ്ങൾക്ക് തന്നെ അറിയാം, എത്രയോ സംഭവങ്ങളുണ്ട്. പിന്നെ എന്റെ മോളെ സംബന്ധിച്ച് അവള് ഒരു തെറ്റ് അവൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിക്ക് കണ്ടു കഴിഞ്ഞാൽ അവൾ സംസാരിക്കുന്ന കുട്ടിയാണ്, അവൾ പ്രതികരിക്കുന്ന ഒരു കുട്ടിയാണ്. അയാൾ കാണിച്ച തോന്നിയാസത്തിന് അവൾ ചോദിച്ചത് അല്ലെങ്കിൽ അവൾ പ്രതികരിച്ചത്, അതിനാണ് അവൾക്ക് ആ ഇത് കിട്ടിയത്. ഇത് ഇപ്പൊ എന്റെ കുട്ടിയല്ല, നാളെ വേറെ കുട്ടിയാണെങ്കിൽ ഇതാണ് അവസ്ഥയെങ്കിൽ എന്തായിരിക്കും? നമ്മളിപ്പോ ഒരുത്തം വന്ന് നമ്മൾക്ക് കുടിച്ചിട്ട് വന്ന അല്ലെങ്കിൽ വന്ന് ചോണ്ടയെ നുള്ളയെ പിച്ച് ട്രെയിനിൽ മിക്ക ട്രെയിനിൽ നടക്കുന്ന സംഭവമാണ് അത്. കാരണം ഞാൻ സ്ഥിരം ട്രെയിനിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. ജനറൽ കമ്പാർട്ട്മെന്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു സുരക്ഷിതത്വം നമുക്ക് ട്രെയിനകത്ത് ഇല്ല.
അത് സത്യമായ കാര്യമാണ്. നമ്മളെ സംരക്ഷണം നമ്മൾ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. വേറെ ഒരു ഇപ്പോൾ പോലീസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആകെ ഉള്ളൊരു സമാധാനം എന്ന് പറയുന്നത് ഏതെങ്കിലും നല്ല ചില മനുഷ്യർ ആ ട്രെയിനകത്ത് ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നമുക്ക് നല്ലൊരു പ്രതികരണം ഉണ്ടാവും. അല്ലാതെ കുടിച്ചും കൊണ്ട് എത്രയോ പേരാണ് അതിനകത്ത് കയറി വിഷയം ഉണ്ടാക്കുന്നത്, ഒരു മനുഷ്യനും ചോദിക്കത്തില്ല. നമ്മളത് കണ്ട് സഹിച്ച് ഇപ്പം നമ്മൾ എന്ത് ബുദ്ധിമുട്ട് നടത്തിയാലും നമ്മൾ സഹിച്ചവിടെ ഇരുന്നോണം. അതാണ് ഞാൻ നല്ല എൻ്റെ മോക്ക് 3 വയസ്സുള്ള 4 വയസ്സ് 2 പഠിക്കുമ്പോൾ ഞങ്ങൾ പിണങ്ങിയതാണ്. പിന്നെ അയാളുടെ അതൊരു ബന്ധുക്കൾ ആ അത്രയും പ്രായത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ അന്യനാട്ടിൽ പോയി വന്ന് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ 2 മക്കളെ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പം എനിക്ക് എൻ്റെ കുട്ടി കിട്ടുമോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ കുട്ടി എനിക്ക് ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ എനിക്ക് ജീവനോടെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ വർക്കലയിൽ നടന്ന സംഭവം ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ബന്ധുക്കൾ ആശുപത്രിയിലെത്തി. അപ്പോൾ അമ്മ പ്രിയദർശിനി ഒപ്പം മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളടുത്ത് ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു. അവർ മകൾക്ക് കൃത്യമായിട്ടൊരു ചികിത്സ നൽകുന്നില്ല തുടങ്ങിയ ഒരു വലിയൊരു ആരോപണമൊക്കെ ഇപ്പോൾ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാര്യം ഗുരുതരമാണ്. ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. നല്ല ചികിത്സ വേണം. ആശങ്കയോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത്. കേൾക്കുമ്പോൾ എന്തോ നമ്മൾക്കും ഒരു ഭയം തോന്നുന്ന പോലെയാണ്. അത്രത്തോളം അവരുടെ കഷ്ടപ്പാടുകളും ഒപ്പം സ്വന്തമായിട്ട് ട്രെയിനിലുണ്ടായ ഒരു അനുഭവം ഉൾപ്പെടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് അമ്മ ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ബോർഡ് മീറ്റിംഗ് ചേരുമെന്ന് ആശുപത്രി അധികൃതരൊക്കെ പറയുന്നുണ്ട്. കൃത്യമായിട്ട് ജീവനോടുകൂടി മകളെ തിരിച്ചു വേണം, കൃത്യമായിട്ടുള്ള ചികിത്സ മകൾക്ക് നൽകണമെന്നാണ് കുടുംബം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്.